അതെ, ബഹുമാനപ്പെട്ട ഷാജി പറഞ്ഞത് അത് വേറൊന്നുമല്ല. ഇക്കഴിഞ്ഞത് നമ്മള് ഒരു 6-7 മാസം മുമ്പാണല്ലോ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ ഈ രംഗത്ത് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു 150 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയ മോട്ടോർ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരു ദിവസം രാവിലെ തുടങ്ങി ഉച്ചകൊണ്ട്. അപ്പം ഒരാൾക്ക് എന്തോരം സമയം എടുത്തു, അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ പോവാണെന്ന് പറഞ്ഞ് 25 കൊണ്ടുവരാൻ തുടങ്ങിയപ്പോ ഇവിടെ എന്ത് ബഹളമായിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകാരും അപേക്ഷിച്ചിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരും ഭയങ്കര ബഹളം ഉണ്ടാക്കി. പിന്നെ അതിനകത്ത് വെള്ളം ചേർത്ത് ഇപ്പൊ അത് എണ്ണം വർദ്ധിപ്പിച്ചു, 40 പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2015 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരുന്നു IPC 304 നമ്മുടെ ഈ വാഹന അപകടങ്ങളിലെ ആളുകളെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ മാറ്റം ഉണ്ടാകണം. അങ്ങനെ ഭാരതീയ ന്യായ സംഹിതയില് പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നു. 106 സബ് ക്ലോസ് 2 വെച്ച് അതാവുമ്പം 10 വർഷം തടവും അതുപോലെ തന്നെ പെനാൽറ്റിയും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഇടപെട്ടു. അവിടെയും കേരളത്തിലെ സംഘടിത ട്രേഡ് യൂണിയനുകൾ ഇടപെടുകയും കേരളത്തിലെ ടൂറിസ്റ്റ് ബസ് ഉടമകൾ ഇടപെട്ട് അത് മാത്രം കേന്ദ്ര ഗവൺമെന്റ് മരവിപ്പിച്ചു. ഇത് ആർക്ക് വേണ്ടിയാ? അപ്പൊ ഇത് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആളുകൾ പ്രത്യേകിച്ച് മരണപ്പെടുന്നത് കൂടുതലും ചെറുപ്പക്കാരാ. അവര് വരുന്ന തലമുറ ഇവിടെ നയിക്കേണ്ട ആളുകളാ. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏതാണ്ട് 1,68,00,000 വാഹനങ്ങൾ ഉള്ളതിൽ ഏതാണ്ട് 1 കോടിക്ക് മുകളിൽ ടൂ വീലറാ. അപ്പൊ സ്വാഭാവികമായിട്ടും ടൂ വീലർ വാഹനങ്ങളിലെ അപകടം കൂടും. നമ്പർ ഓഫ് വെഹിക്കിൾസ് കൂടുന്നതനുസരിച്ച് ആ വണ്ടി റോഡിൽ ഉണ്ടാകുമ്പം അപകടങ്ങളുടെ നിരക്ക് ടൂ വീലർ അപകടങ്ങളിൽ കൂടുതലുണ്ടാവും. എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. 3 പേരെയൊക്കെ വെച്ചുകൊണ്ട് 3 പേർക്കും ഹെൽമെറ്റ് ഇല്ലാതെ ഇപ്പോഴും നമ്മുടെ മുന്നെ കൂടെ പായുക. അപ്പം അത് മാത്രവുമല്ല, ഇപ്പം 1.25 ലക്ഷം 2 ലക്ഷം രൂപയുടെ പണം മുടക്കിയിട്ട് കൂടിയ വാഹനം വാങ്ങിക്കും. അത് മാതാപിതാക്കളെ കളിപ്പിച്ച് മൈലേജ് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് ആണ് പലർക്കും ചെറുപ്പത്തിൽ ബൈക്ക് മേടിക്കാൻ സ്വന്തം കാശില്ലാത്തപ്പം മാതാപിതാക്കൾ, എന്നെ പോലെയുള്ള മാതാപിതാക്കൾക്ക് ഒരു സ്വാർത്ഥത വരും. മൈലേജ് കൂടുതലുള്ള വണ്ടി മേടിച്ചോട്ടോ എന്ന്. പക്ഷെ ഈ വണ്ടിയുടെ പവർ നമുക്ക് അറിയത്തില്ലായിരിക്കും. പലർക്കും നിരക്ഷരായിരിക്കും. പക്ഷെ എന്നിട്ട് ഈ വാഹനം എടുത്തിട്ട് അങ്ങ് പറപ്പിക്കുകയാണ് പരമാവധി സ്പീഡ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. പക്ഷേ ഈ വീടിന്റെ മുറ്റത്ത് ആംബുലൻസ് എന്ന് നിൽക്കുമ്പോഴായി മാതാപിതാക്കൾ അറിയുന്നത് ഈ എന്റെ മകൻ വാങ്ങിയ വണ്ടിയുടെ കുറിച്ചുള്ള ചരിത്രം അപ്പോഴാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷിജു സ്റ്റാൻലി പറഞ്ഞു ഈ പ്രാക്ടീസിന് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആള് വേണമെന്ന്. വിദേശ രാജ്യങ്ങളിലൊക്കെ ലൈസൻസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വാഹനങ്ങൾക്ക് ബോർഡുണ്ട്. ആ വാഹനം ഓടിക്കുന്ന ആളുടെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. അപ്പൊ ചില രാജ്യങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണല്ലോ. അവിടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണം. ആ ആളെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു നിയമം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി കൊണ്ടുവന്ന എന്നാ പറയും? പിന്നെ എന്നാ ഓർത്തോണ്ടാ ലൈസൻസ് തന്നെ ഇനി ഞാൻ ഒരാളെ കൂടെ കണ്ടുപിടിക്കണോ? അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആള് പോയി അപകടത്തിൽപ്പെട്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വരും കാലത്ത് ഇപ്പം കുടുംബാസൂത്രണമൊക്കെ വന്നതിന് ശേഷം ഒരു വീട്ടില് 1-2 പിള്ളേരൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള മക്കളായി പോയി നഷ്ടപ്പെടുന്നത്. അവര് പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വലിയ വില കൂടിയ വാഹനം മേടിച്ചാലും അത് കഴിഞ്ഞിട്ട് അതിന്റെ ടയർ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഞാൻ പല എന്റെ ചെറുപ്പക്കാരെ ആളുകളോടും വണ്ടി ഇവിടെ നോക്കി നിൽക്കും. ഞാൻ ഈ ടയർ ഇങ്ങനെ ചില മരണസ്ഥലങ്ങളിലല്ലേ കല്യാണ ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യനോട് പറയാൻ തുടങ്ങിയപ്പം ആ പയ്യന്റെ അമ്മയും കൂടെ വന്ന് ഈ ബൈക്കിൽ കയറാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയാം, നീ ഒന്ന് ഇറങ്ങുക, ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തിപ്പം പ്രകോപനം ഉണ്ടാവും, എനിക്ക് എന്താണ് എന്ന്. പക്ഷെ ആ പയ്യൻ വളരെ സ്പിരിറ്റിൽ എടുത്തു. ഞാൻ പറഞ്ഞു, മോനെ ഇതിന് ഒട്ടും കട്ടയില്ല, മഴക്കാലമാണ്, വണ്ടി സ്കിഡ് ചെയ്യും, നീ മാത്രമല്ല നിന്റെ അമ്മയും കൂടെ പോയി അപകടത്തിൽപ്പെടും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, മോനെ ഇഷ്ടപ്പെടാതെ ഇരിക്കരുത്, എനിക്ക് നിന്റെ പ്രായത്തിലുള്ള 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു, അങ്കളെ ഞാൻ ചെല്ലുമ്പോ തന്നെ അത് മാറ്റി ഇട്ടിട്ടേ ഇനി വണ്ടി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിന് നമ്മള് ക്ലീൻ ഷേവ് ആ ടയർ. അപ്പം വാഹനത്തിന്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ നല്ല വാഹനം മേടിച്ചോണ്ട് മാത്രമല്ല അതിന്റെ ടയർ കണ്ടീഷനും കൂടെ വലിയൊരു ഘടകമാണ്. ഇന്നാള് നമ്മുടെ ഇവിടെ ഒരു അപകടം ഉണ്ടായപ്പം ആ ബസ്സിന്റെ എവിടെയാ പാലക്കാട് നിന്ന് വന്ന ആ ലോറിയുടെ ടയർ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. എല്ലാ ടയറും കട്ട തീർന്ന ടയറുകൾ. അതേസമയം വിദേശ രാജ്യങ്ങളിൽ അപകടം ഉണ്ടായ അപ്പൊ തന്നെ വന്ന് ടയറിന്റെ കട്ടയുടെ സ്ട്രെങ്ത് അളക്കുക, എന്നിട്ട് 3 ടയർ മേടിക്കാനുള്ള പെനാൽറ്റി ഇടുക. അപ്പൊ അതുകൊണ്ട് തന്നെ വരും എന്ന് പേടിക്കുന്നത് കൊണ്ട് ചെക്കിങ്ങിൽ അങ്ങനെ ഒരു അപകടം ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും പുതിയ ടയർ അല്ലെങ്കിൽ കട്ടയുള്ള ടയർ ഉപയോഗിക്കും. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ ബസ് ഉടമ സംഘമാണെങ്കിലും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ആണെങ്കിലും ടയറിന്റെ കട്ടയൊക്കെയാണോ മോട്ടോർ ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ടത്? അവർക്ക് കാണേണ്ട പോലെ കാണാത്തതെന്നും പറഞ്ഞ് അവരെ കൈക്കൂലിക്കാരാക്കി വേണേ ചിത്രീകരിച്ചുകൊണ്ട് അത് സമ്മർദ്ദത്തിലാക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇക്കാര്യത്തിൽ ഒരു എഡ്യൂക്കേഷൻ പൊതുസമൂഹത്തിന് ഉണ്ടാകണം.
ഈ ശരി, ശരി. മോട്ടോർ ഉദ്യോഗസ്ഥന്മാരും പോലീസും ഒക്കെ പറയുന്നത് തങ്ങളുടെ ജീവന് വേണ്ടിയിട്ട്, അല്ലാതെ ഹെൽമെറ്റ് വെക്കുന്നത് മോട്ടോർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ മകന്റെ തല ശരി. സുരക്ഷിതമാകാനല്ലല്ലോ. ഇവിടെ ഓക്കെ. കേരളത്തിലെ ചില ടൗണുകൾ, ചില ആളുകൾ പ്രത്യേകം താമസിക്കുന്ന ടൗണുകളിൽ ഇപ്പോഴും കാണാം, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി പിടിച്ചാൽ ഉടനെ ആ ചെറുപ്പക്കാരെല്ലാം കൂടെ വന്ന് ഈ ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് വളഞ്ഞു വെച്ചിട്ട് ചീത്ത പറയുക, ബലമായിട്ട് ഈ ആളുകളെ ഇറക്കിക്കൊണ്ട് പോവുക. പക്ഷെ അവര് മനസ്സിലാക്കണം, അങ്ങനെയുള്ള കൂട്ടത്തിൽ വരുന്ന ആളുകളെ നമുക്ക് പിന്നീട് നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന്. ശരി, ഞാൻ ശരി. വ്യക്തമാണ്. വേറൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഉപരിതല മന്ത്രാലയം 2022 ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അവരൊരു നോട്ട് അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് 1,68,491 പേര് അപകടത്തിൽ മരിച്ചപ്പം അതിനകത്ത് ഇടിച്ച വാഹനം നിർത്താതെ പോയ കേസ് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അത് 67,387 സംഭവങ്ങൾ ഉണ്ടായതിൽ അതിൽ കൊല്ലപ്പെട്ടത് 30,486 പേരാ. അപ്പൊ അതിന്റെ കാരണം, ആ വാഹനം നിർത്തി ആ ആളെ, അപകടം പറ്റിയ ആളെ യഥാസമയം ആശുപത്രിയിൽ ചെന്നിരുന്നെങ്കിൽ, നമ്മുടെ ഇപ്പൊ ഈ പാനലിലൊക്കെ ഉള്ള ഡോക്ടർമാർ പറയാറുണ്ട്, നിങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ആളെ രക്ഷപ്പെടുത്താമായിരുന്നു. എന്താ വെച്ചാൽ രക്തം വാർന്നൊലിച്ചു പോവുക, പിന്നീട് പുറകെ ചെല്ലുന്ന ആരെങ്കിലും അല്പം മനസാക്ഷിയുള്ളവരാ എടുത്തുകൊണ്ട് പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ ആശുപത്രി കൊണ്ടുചെല്ലുന്ന ആളുകളുടെ പേര് കേസെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റി കൊണ്ടുചെല്ലുന്ന ശരി, ആളുകളുടെ പേരിൽ കേസ് എടുക്കരുതെന്ന് ഗവൺമെന്റ് ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ശരി. അങ്ങനെ വാഹനം ഇടിച്ചാൽ നിർത്തിയ കൊണ്ടുപോകുന്ന ആളുകളെ, ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകളെ, ഇപ്പം ഇന്നലെ പാലായിൽ ഒരു അപകടം ഉണ്ടായി. ഇന്ന് ഞാൻ ആ ശവസംസ്കാരത്തിൽ പങ്കെടുത്തു. അമ്മ മരിച്ചു, മകളും മരിച്ചു. ആ കുടുംബത്തിന് വന്ന നഷ്ടം എത്രമാത്രമാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് കോട്ടയം CMS കോളേജിലെ ഒരു പയ്യൻ വാഹനം ഓടിച്ചു പോയി, പുറകെ പോയി ആളുകൾ പിടിച്ചു. ആളുകൾ പിടിച്ചില്ല, പിടിക്കാനായിട്ട് പുറകെ ആളുകൾ പാഞ്ഞു. അപ്പോഴത്തേനും 8 വാഹനങ്ങൾക്കിട്ടാ ആ പയ്യൻ ഇടിച്ചത്. ശരി, ഒരു ശരി. ഓക്കെ, ഓക്കെ, മരത്തിലിടിച്ച ഓക്കെ. വണ്ടി നിന്ന്. നരേഷ്.